ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആയിരിക്കും. ഓക്കെ, GIC2 ബേസ് ചെയ്തിട്ടുള്ള ഓറിയന്റേഷൻ ക്ലാസ് ആയിരിക്കും നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനായിരിക്കും, എൻ്റെ പേര് ദീഷ്മ, ഞാനായിരിക്കും നിങ്ങളുടെ GIC2 കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ GIC2 മീൻസ് റിഗാർഡിംഗ് ആയിട്ട് വരുന്ന ഏത് ഡൗട്ടും മീൻസ് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, ഗ്രൂപ്പില് മീൻസ് എൻ്റെ മെസ്സേജസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ സെഷൻ ആയിരിക്കും. അപ്പൊ ഇത് GIC2 എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള പ്രൊജക്ട് ബേസ്ഡ് ക്ലാസ്സസ് നമുക്കിത് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആദ്യം നമുക്ക് തിയറി സെഷൻസ് ആയിരിക്കും എടുക്കുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് GIC2, നിങ്ങൾക്ക് എന്താണ് ഇതിൽ ചെയ്യാനുള്ളത്, അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, സോ ലിബിൻ, മുഹമ്മദ്, സഹിൽ, പിന്നെ ഫറാൻ അല്ലെ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ആണ്, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ് നെഗോഷ്യൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാട്ട് ഈസ് സേഫ്റ്റി, എന്താണ് നിങ്ങൾ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്? വാട്ട് ഈസ് സേഫ്റ്റി? വാട്ട് ഡു യു മീൻ ബൈ സേഫ്റ്റി? എന്താണ് സേഫ്റ്റി? ഹലോ, ആർക്കും പറയാനില്ലേ? ആരെങ്കിലും സേഫ്റ്റി ഫീൽഡിലോ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? വാട്ട് ഈസ് സേഫ്റ്റി? ഹലോ, ആർക്കും പറയാനില്ലേ? ഓക്കെ, സോ വാട്ട് ഈസ് ഹെൽത്ത്? എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പറഞ്ഞോളൂ. ആബ്സെൻസ് ഓഫ് ഡിസീസ്. ഓക്കെ, ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഇമോഷണൽ വെൽബീയിങ് എന്നൊക്കെ നമുക്ക് ഹെൽത്തിനെ പറയാം അല്ലെ? സോ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാത്ത, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ അല്ലെ, ഡിസീസസ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോ എങ്ങനെ നമുക്ക് ഹെൽത്തും സേഫ്റ്റിയും പ്രൊട്ടക്ട് ചെയ്യാം അല്ലെ? അല്ലെങ്കിൽ എങ്ങനെ വർക്ക് പ്ലേസിൽ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് വർക്ക് പ്ലേസിൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്? ആസ് എ സേഫ്റ്റി പ്രൊഫഷണൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഓക്കെ, എങ്ങനെയാണ് സേഫ്റ്റിയിൽ വരുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ സൊല്യൂഷൻസ് ഓർ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഇതാണ് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സേഫ്റ്റി ഇല്ലാതാവുമ്പോഴാണ് ആക്സിഡൻസും ഇതേപോലുള്ള ഡിസീസസും ഇഞ്ചുറീസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഡെത്ത് അല്ലെങ്കിൽ ഫാറ്റാലിറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത് സേഫ്റ്റി ഇല്ലാതെ വരുമ്പോഴാണ്. സേഫ്റ്റി അവിടെ ഉറപ്പുവരുത്തുക ആൻഡ് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മീൻസ് വർക്ക് പ്ലേസിൽ ആക്സിഡൻസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സേഫ്റ്റി പ്രൊഫഷണൽസും ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾക്ക് എന്താണ് സേഫ്റ്റി അല്ലെങ്കിൽ എന്താണ് ബേസിക് ടേംസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, പ്രൊജക്ടിന്റെ ഒരു ഓവർവ്യൂ, നിങ്ങളുടെ GIC2 പ്രൊജക്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ കൂടി ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്താണ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരുക്കി ആബ്സെൻസ് ഓഫ് റിസ്ക് അല്ലെങ്കിൽ ഫ്രീഡം ഫ്രം റിസ്ക് എന്നൊക്കെ പറയും അല്ലെ? അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ബീങ് പ്രൊട്ടക്റ്റഡ് ഫ്രം റിസ്ക് എന്നൊക്കെ പറയും. അതായത് റിസ്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് സേഫ്റ്റി എന്ന് പറയാന്ന് പറയും. ഓക്കെ, അതായത് റിസ്ക് ഉള്ള ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടാവും, അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സേഫ്റ്റി എന്ന് പറയും അല്ലെ? ഇപ്പോ ഒരു മൊബൈൽ ക്രെയിൻ ഓപ്പറേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ക്രെയിൻ ഓപ്പറേഷൻ അല്ലെ? ക്രെയിൻ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രെയിൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹെവി ലോഡ് മെറ്റൽ ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നറോ ക്രെയിൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ തൊട്ട് താഴെ കൂടി കുറെ ആളുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് സേഫ് ആണോ? അല്ല. സേഫ് ആണോ? അല്ല അല്ലെ? അത് നമുക്ക് ലോജിക്കലി നമ്മൾ ഈ കോഴ്സ് പഠിച്ചില്ലെങ്കിലും നമുക്ക് അറിയാവുന്നതാണ്, അത് സേഫ് അല്ല. മീൻസ് എനി ടൈം എന്തെങ്കിലും ഈ ലിഫ്റ്റിംഗ് അപ്ലയൻസസോ അല്ലെങ്കിൽ അതിനൊരു ഹുക്കോ അല്ലെങ്കിൽ അതിന്റെ സ്ലിങ്സോ എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജ് വന്നത് കംപ്ലീറ്റ്ലി തവിടുപൊടിയായി വീഴാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പോ
എന്തായാലും അവിടെ ഫാറ്റാലിറ്റി അല്ലെ ഡെത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നല്ല, ഡെത്ത് സംഭവിക്കും അല്ലെ. സോ അത്രയും റിസ്ക് അവിടെ കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അവിടെ റിസ്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ലോഡ് ഫോളിങ് അല്ലെങ്കിൽ ലോഡ് കൊളാപ്സിങ് ഓൺ ടു പീപ്പിൾ എന്താ വാക്കിംഗ് ബിലോ അല്ലെങ്കിൽ വർക്കിംഗ് ബിലോ എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. ക്ലിയർ ആവുന്നില്ലേ? ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പൊ അവിടെ റിസ്ക് ഉണ്ട്, ആ റിസ്കിൽ നിന്ന് വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വി ഷുഡ് ബാരിക്കേഡ് ദ എന്താ കംപ്ലീറ്റ് ഏരിയ അറൌണ്ട് ദ ക്രെയിൻ ഓപ്പറേഷൻ. നമ്മൾ സ്വിംഗ് റേഡിയസ് ഓഫ് ദ ക്രെയിൻ എന്നൊക്കെ പറയും. ക്രെയിൻ മീൻസ് ക്രെയിൻ ഓപ്പറേഷൻ ഉള്ള കംപ്ലീറ്റ് ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ബാരിക്കേഡ് ചെയ്ത് അവിടെ സൈൻ ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. നോ അൺഅതറൈസ്ഡ് ആക്സസ് എന്നുള്ള രീതിയിൽ ക്രെയിൻ ഓപ്പറേഷനിൽ വരുന്ന സ്ലിംഗേഴ്സും റിഗേഴ്സും മാത്രം, അല്ലെങ്കിൽ ബാങ്ക്സ്മാൻ, അതിന് വേണ്ടിയിട്ടുള്ള വർക്കേഴ്സ്, അത് ഓതറൈസ്ഡ് വർക്കേഴ്സ് മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ ചെയ്യേണ്ട. മീൻസ് ഈ റിസ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു കൺട്രോൾ മെഷർ ആണ്, ഒരു റിസ്ക്കും ഒരു കൺട്രോൾ മെഷറുമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള റിസ്ക് കണ്ടീഷൻസ് വർക്ക് പ്ലേസിൽ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രൊജക്റ്റിൽ ചെയ്യാനുള്ളതും ഇത് തന്നെയാണ്. പലതരത്തിലുള്ള ഇങ്ങനെയുള്ള വർക്ക് പ്ലേസിൽ വരുന്ന റിസ്ക് കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്യുക. അതായത് സേഫ്റ്റി ഇഷ്യൂസ്. ഇപ്പൊ നമ്മൾ ആദ്യം പറയുമ്പോൾ സേഫ്റ്റി ടേംസിലോട്ടൊന്നും വരുന്നില്ല. സേഫ്റ്റിയിൽ വരുന്ന ഇഷ്യൂസ്, പ്രോബ്ലംസ് കണ്ടുപിടിക്കുക, അതിന്റെ സൊല്യൂഷൻസ് അല്ല, അതിന്റെ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇനിയിപ്പോ നമുക്ക് തന്നെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം പറയാം. ഇപ്പൊ മഴക്കാലൊക്കെയാണ് അല്ലെ. കേരളത്തിലാണെങ്കിൽ മഴക്കാലാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മൾ സേഫ്റ്റിയിലോട്ട് വരുമ്പോ അതിനെ സ്ലിപ്പ് ഹസാർഡ് എന്നാണ് പറയാം. മനസ്സിലായോ? അതായത് ആ വെറ്റ് ഫ്ലോർ അല്ലെങ്കിൽ വാട്ടർ അല്ലെ ഓൺ ദ ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ലിപ്പ് ഹസാർഡ്. സ്ലിപ്പ് ഉണ്ടാക്കുന്ന ഒരു ഹസാർഡ് ആണെന്നാണ് നമ്മൾ പറയാം. മനസ്സിലായോ? സ്ലിപ്പ് ചെയ്ത് വീഴാൻ കാരണമാക്കുന്ന ഒരു സോഴ്സ് ആണത്. മനസ്സിലായോ? അപ്പൊ ആ സ്ലിപ്പ് ഹസാർഡ് അവിടെ റിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള റിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാം? പ്രോപ്പർ ഹൗസ് കീപ്പിംഗ് ചെയ്യാം അല്ലെ. വർക്ക് പ്ലേസിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഹോട്ടൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെറ്റ് ഫ്ലോർ ആണെങ്കിൽ അപ്പൊ തന്നെ അവിടെ സൈൻ ബോർഡ് കൊണ്ടുവയ്ക്കും, കോഷൻ സ്ലിപ്പ് ഹസാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈൻ ബോർഡ് കൊണ്ടുവയ്ക്കും. അപ്പൊ തന്നെ അവർ ഹൗസ് കീപ്പ് ചെയ്യുന്നതും കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതൊരു കൺട്രോൾ മെഷറാണ്. അവിടെ ഒരു മീൻസ് ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കാൻ, ആരും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്യുന്ന കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള വർക്ക് പ്ലേസിൽ വരാൻ ചാൻസ് ഉള്ള, മീൻസ് നോർമലി നമ്മുടെ സറൗണ്ടിങ്സിലും വരാം, അല്ലെങ്കിൽ റോഡിൽ വരാം അല്ലെ. എവിടെ വേണമെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ. ഇനി നമ്മൾ ഇനി നമ്മുടെ പ്രൊജക്ട് അല്ലെങ്കിൽ GICT എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വർക്ക് പ്ലേസിനെ ബേസ് ചെയ്ത് പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരു അസസ്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഒരു വർക്ക് പ്ലേസ് ക്യാൻ ബി എനിത്തിങ്. ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ ആവാം, കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോട്ടൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോട്ട് യാർഡ് എടുക്കാം, എനി ഇൻഡസ്ട്രിയൽ ഏരിയ എടുക്കാം. മീൻസ് സ്റ്റീൽ ഇൻഡസ്ട്രി, സിമെന്റ് ഇൻഡസ്ട്രി, പെയിന്റ് ഇൻഡസ്ട്രി, എന്ത് വേണമെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയ എടുക്കാം. മീൻസ് വർക്ക്ഷോപ്പ് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ റിഫൈനറി എടുക്കാം, ഷിപ്പ് യാർഡ് എടുക്കാം, ഏത് വേണമെങ്കിലും, ഏത് ഇൻസ്റ്റലേഷൻ കമ്പനി എടുക്കാം, അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ കമ്പനി എടുക്കാം. ഏത് കമ്പനി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഏത് വർക്ക് പ്ലേസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ആ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന ഇങ്ങനെ വരുന്ന സേഫ്റ്റി ഇഷ്യൂസ് ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് എല്ലാ റൂംസിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാണാൻ പറ്റും. വെറ്റ് കണ്ടീഷൻ ഉണ്ടാവും, കേബിള് തറയിൽ കിടക്കുന്നുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ വർക്കേഴ്സ് ഉണ്ടാവും, കൂടുതൽ മെഷീൻസ് ഉണ്ടാവും, എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ. പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സിൽ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നെബോഷ് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് പ്ലേസ് ചൂസ് ചെയ്ത് ആ വർക്ക് പ്ലേസിൽ വരുന്ന ഈ ഇഷ്യൂസ് കണ്ടുപിടിച്ച് അതിന്റെ പ്രിക്കോഷൻസ് റിസ്ക് അസസ്മെന്റ് ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പൊ ലിബിൻ, നിങ്ങൾ എല്ലാവരും ഇപ്പോ ചരൺജിത്ത്, മർവാൻ,
മുഹമ്മദ്, സാഗർ, ഷബീൽ. നിങ്ങൾ എല്ലാവരും ഇനി ഒന്ന് മീൻസ് ഫോൺ നെയിം മാറ്റിയിട്ട് നിങ്ങളുടെ കറക്റ്റ് നെയിം തന്നെ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഇനി പറയാൻ പോകുന്ന സേഫ്റ്റി ടേംസിലോട്ടാണ്. സേഫ്റ്റിയിൽ തന്നെ പല ടെർമിനോളജീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ടെർമിനോളജീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇപ്പൊ സേഫ്റ്റി ഹെൽത്ത് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. സേഫ്റ്റി എന്താണ് അല്ലെ? ഫ്രീഡം ഫ്രം റിസ്ക് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് റിസ്ക്, റിസ്കിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഒരു എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹസാർഡിനെ പറ്റിയാണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹസാർഡ് മീൻസ്, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് പേര് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും മീൻസ് ഇനി റിപ്പീറ്റഡ്ലി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു ടേം ആണ് ഹസാർഡ്. സേഫ്റ്റിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഹസാർഡ്. ഓക്കെ, അപ്പോ അത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നെബോഷ് പ്രൊജക്ട് ചെയ്യുമ്പോഴാണെങ്കിലും എന്തായാലും ഹസാർഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതെ, അതിനെപ്പറ്റി സംസാരിക്കാതെ ഒരു സേഫ്റ്റി പ്രൊഫഷണലിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഹസാർഡ്. അപ്പൊ എന്താണ് ഹസാർഡ്? ഹസാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അതിന് ഹസാർഡ് എന്നുള്ളൊരു ടേം ആണ് നമ്മൾ സേഫ്റ്റിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനെ സാധാരണ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ സംതിങ് വിത്ത് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം. ഓക്കെ, ഹാം ഉണ്ടാക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള എന്തിനേയും നമ്മൾ ഹസാർഡ് എന്ന് പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞ വെള്ളം കെട്ടി കിടക്കുന്ന ഫ്ലോർ ആണെങ്കിൽ അത് സ്ലിപ്പ് ഹസാർഡ് ആണ്. സ്ലിപ്പ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്, അൺസേഫ് കണ്ടീഷനാണ്. ഓക്കെ, ഇപ്പൊ ഒരാള് ഓവർ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓവർ സ്പീഡിൽ ബൈക്ക് ഓടിച്ചോ അല്ലെങ്കിൽ കാർ ഓടിച്ചോ പോവുകയാണെങ്കിൽ അതൊരു ഹസാർഡ് ആണ്. മനസ്സിലായോ? അൺസേഫ് ആക്ട് ആണ്. ഓക്കെ, അതിൽ നിന്ന് വെഹിക്കിൾ കൊളിഷൻ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഒരാള് അൺഅതറൈസ്ഡ് ഏരിയയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ട്രാഫിക് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊരു എന്താ അൺസേഫ് ആക്ട് ആയിട്ട് പറയാം, അല്ലെങ്കിൽ അൺസേഫ് കണ്ടീഷൻ ആയിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്കിപ്പോ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ഈ ഡെബ്രിസ് അല്ലെങ്കിൽ ട്രയൽഡ് കേബിൾസ് എല്ലാം കിടക്കുകയാണ്. ആർക്കും നടന്നു പോകാൻ പോലും പറ്റുന്നില്ല, എല്ലാവരും തട്ടി വീഴുന്ന ഒരു അവസ്ഥയിൽ ഫ്ലോർ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ തട്ടി വീഴുക എന്നുള്ളതിനെ നമ്മൾ ട്രിപ്പ് ഹസാർഡ് എന്നാണ് പറയാം. മനസ്സിലായേ? ഇനിയിപ്പോ ആ കേബിളിന് ഇൻസുലേഷൻ പോയിട്ടുണ്ടെങ്കിൽ, അതില് എന്താ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് കിട്ടും അല്ലെ. അപ്പോ ലൈവ് കേബിൾ ആണെങ്കിൽ എന്തായാലും ഇലക്ട്രിക് ഷോക്ക് കിട്ടും. അപ്പൊ അതൊരു ഇലക്ട്രിക്കൽ ഹസാർഡ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ? അങ്ങനെ നമുക്ക് ഈ ഹസാർഡ്സിന് ഓരോരോ നെയിംസ്, ഓരോ കാറ്റഗറീസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ എവിടെയെങ്കിലും മീൻസ് ഇങ്ങനെയുള്ള ഹസാർഡ്സ് എപ്പോഴെങ്കിലുമൊക്കെ ഡെയിലി ലൈഫിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഈ സ്ലിപ്പ് ഹസാർഡ് അല്ലെങ്കിൽ ട്രിപ്പ് ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ്. നമ്മുടെ ചാർജറിന്റെ തന്നെ കുറെ നാൾ യൂസ് ചെയ്യുന്നത് ചാർജറിന്റെ കേബിൾ തന്നെ എന്താ ഇങ്ങനെ മടങ്ങി മടങ്ങി അതിന്റെ ലൈവ് പാർട്ട് കുറച്ച് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടാറില്ലേ? സോ ദാറ്റ് ഇസ് ഇലക്ട്രിക് ഹസാർഡ്. നമുക്ക് അതിന് ഇലക്ട്രിക് ഹസാർഡ് എന്ന് തന്നെ പറയാം. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഹസാർഡ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഹലോ ഹലോ മനസ്സിലായോ? ഹസാർഡ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. Yes, ma'am. Yes, ma'am. ഓക്കെ, സോ ഹസാർഡ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ പ്രൊജക്ട് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കംപ്ലീറ്റ്ലി ബൈ ഹാർട്ട് ചെയ്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പ്രൊജക്റ്റിൽ നമുക്കിത് മീൻസ് ഫില്ല് ചെയ്യാനാണുള്ളത്. ഒരു ബ്ലാങ്ക് ടെംപ്ലേറ്റ് നിങ്ങൾക്ക് തരും. അതിൽ ഓരോ പാർട്ടിലും മീൻസ് ഓരോ കോളത്തിലും നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ എന്ത് ഫില്ല് ചെയ്യണം, ആ പ്രൊജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാന്ന് മാത്രമാണ്. പക്ഷെ മീൻസ് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം വരും. ഇതിന്റെ ബേസിക് സേഫ്റ്റി ടേംസും ഇതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഫ്യൂച്ചറിൽ ആവശ്യം വരും. ഓക്കെ, സോ ഇപ്പോ നമ്മളിപ്പോ തിയറി ആണ് പറയുന്നതെന്നുണ്ടെങ്കിലും പ്രൊജക്ട് അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം ഇപ്പോ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്തെടുക്കാം. മീൻസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തായാലും അത് ആവശ്യം വരും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സോ അപ്പൊ ഹസാർഡ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. സംതിങ് വിത്ത് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഡേഞ്ചർ. ഓക്കെ, ഒരു ഡേഞ്ചർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാക്കുന്ന ഒരു സോഴ്സ് ആവാം. ഓക്കെ, ഒരു കണ്ടീഷൻ ആവാം, ഒരു അൺസേഫ് ആക്ട് ആവാം. ഇതെല്ലാം ഹസാർഡ് ആണ്. ഓക്കെ, ഈവൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാള് ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്ത് വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്നത് അതൊരു ഹസാർഡ് ആണ്. മനസ്സിലായോ? അപ്പൊ അയാൾക്ക് ബോധമില്ലാതെ അയാൾക്ക് സെൻസറി ഇമ്പയർമെന്റ് ഉണ്ടാവാം അല്ലെ. മദ്യപിച്ച് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അയാൾക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ അയാൾ വയലന്റ് ആയി ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ അതൊരു വർക്ക് പ്ലേസ് ഹസാർഡ് ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു 21 ഹസാർഡ് കാറ്റഗറീസ് പഠിക്കാനുണ്ട്. ഹലോ,
പഠിക്കാനുണ്ട് മീൻസ് നമ്മുടെ നെബോഷിൽ നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു വർക്ക് പ്ലേസ്, ആ വർക്ക് പ്ലേസിൽ ഏതൊക്കെ ഹസാർഡാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്, മിനിമം ഒരു 10-12 ഹസാർഡ് നമ്മൾ എന്താ അതില് നമ്മൾ ഉൾപ്പെടുത്തി പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ടാസ്ക്. മനസ്സിലായോ? അപ്പൊ ആദ്യം നിങ്ങൾ ഹസാർഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കോഴ്സ് പ്രൊവൈഡറിന്റെ ക്ലാസ്സിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ബ്രീഫായിട്ട് ഓരോ ഹസാർഡ് കാറ്റഗറീസും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ നമ്മൾ ബ്രീഫായിട്ട് ഹസാർഡ് എന്താണ്, ഇതിന്റെ ടേംസ് എന്താണ്, പ്രൊജക്റ്റിൽ എന്താണ് ചെയ്യാനുള്ളതെന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഓക്കെ Yes, അല്ലേ? ma'am. അപ്പൊ ഹസാർഡ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? Yes, ma'am. ഓക്കെ, Yes, ma'am. സോ ഓക്കെ, സോ നമ്മളിപ്പോ ഹസാർഡിനെ വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി പറയാം. ഹസാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വെൽഫെയർ ഹസാർഡ് ഉണ്ട്. നമ്മൾ ആലോചിക്കുകയും കൂടി ഇല്ല. ഇപ്പോ നമ്മുടെ വർക്ക് പ്ലേസിലെ ടോയ്ലറ്റ് നമ്പർ ഓഫ് ടോയ്ലറ്റ്സ് കുറവാണ് അല്ലെ, അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് നമ്പർ. ഇപ്പോൾ 100 വർക്കേഴ്സ് ഉണ്ട്, ആകെ 2 ടോയ്ലറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ 1 ടോയ്ലറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി ഫോർ മെൻ ആൻഡ് വുമൻ അവിടെ ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ അവിടെ അൺഹൈജീനിക് ടോയ്ലറ്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, പ്രോപ്പർ ഹൗസ് കീപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു ഹസാർഡാണ്. അപ്പൊ ഇതിനെ നമ്മൾ വെൽഫെയർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. മനസ്സിലായോ? അപ്പൊ ഓരോ ഹസാർഡും പറയുന്നത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ്. അത് നെബോഷ്യലാണ്. ഓക്കെ, നെബോഷ് സിലബസിൽ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാ, ഹസാർഡ് പറയാം. ഓക്കെ, ഇപ്പൊ ലൗഡ് ആയിട്ടുള്ള സിമെന്റ് മിക്സർ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്രേക്കർ, ജാക്ക് ഹാമർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഈ ഈ എന്താ നമ്മളിപ്പോ ലൗഡ് നോയ്സ് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ അതിന്റെ നോയ്സ് ഹസാർഡിന്റെ അണ്ടറിലാണ് ഈ മെഷീൻസ് ഒക്കെ വരിക. ഓക്കെ, ഇനി ഈ സെയിം മെഷീൻസ് തന്നെ ഇപ്പൊ കട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ ഗ്രൈൻഡർ, ഇതിന്റെയൊക്കെ ഗാർഡ് പൊട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വർക്കേഴ്സ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് വർക്കേഴ്സിന്റെ കൈ അല്ലെങ്കിൽ അവരുടെ ബോഡി പാർട്സ് ഒക്കെ കട്ട് ചെയ്തു പോകും അല്ലെ. അപ്പൊ ആ മെഷീൻസ് തന്നെ എന്തായിട്ട് മാറും, മീൻസ് മെക്കാനിക്കൽ ഹസാർഡായിട്ട് മാറും. മനസ്സിലായോ? ഓക്കെ, കാറ്റഗറി മാറും. മെഷീനറി ഹസാർഡ് ആവും, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഹസാർഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഹാൻഡ് ടൂൾസ് ആണെങ്കിൽ ഹാൻഡ് ടൂൾസിൽ വരുന്ന കാറ്റഗറിയിൽ വരും. അപ്പോൾ ഓരോ ഹസാർഡ്സിനെയും നമ്മൾ ഓരോരോ കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോയ്സ്, വൈബ്രേഷൻ, റേഡിയേഷൻ, മെന്റൽ ഇൽ ഹെൽത്ത്, വർക്ക് റിലേറ്റഡ് ഇൽ ഹെൽത്ത്, പിന്നെ നമ്മൾ പറഞ്ഞ ഇലക്ട്രിസിറ്റി, ഫയർ, വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ്, ലോൺ വർക്കിംഗ്, കൺഫൈൻഡ് സ്പേസ്, ഫയർ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു, വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ്, മാനുവൽ ഹാൻഡ്ലിംഗ്, ഓക്കെ, ലോഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, ഇങ്ങനെ പല പല കാറ്റഗറീസ് ആയിട്ടായിരിക്കും നമ്മൾ ഇതൊക്കെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കാറ്റഗറി നെയിമും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹസാർഡ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്കുള്ളത് നമ്മുടെ എന്താണ് നമ്മൾ പ്രൊജക്റ്റിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഈസ് റിസ്ക് അസസ്മെന്റ്? റിസ്ക് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ IG1 പഠിക്കുന്ന, IG1 അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സെഷനാണ്. ഒരു 4-5 പേജസ് ഈ IG1 ഈ റിസ്ക് അസസ്മെന്റിനെ പറ്റിയാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നത്. ഓക്കെ, അത്രയും മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിസ്ക് അസസ്മെന്റ്. അപ്പൊ നിങ്ങൾ IG1 ഇത് ശരിക്കും പഠിക്കും. ഓക്കെ, IG1 ഇതിനെ പറ്റിയുള്ള എക്സാമിന് നിങ്ങളുടെ GIC1 ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ തന്നെ ഈ റിസ്ക് അസസ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ തന്നെ ഈ റിസ്ക് അസസ്മെന്റ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ കഴിഞ്ഞ വർഷം ഒരു കാൻഡിഡേറ്റിന് ഇന്റർവ്യൂ വന്നത് ഒരു റിസ്ക് അസസ്മെന്റ് ഫോർമാറ്റ് അവർ അയച്ചു കൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഒരു ടോപ്പിക് കൊടുത്തു, ഒരു സ്കോപ്പ് കൊടുത്തു, ഫാബ്രിക്കേഷൻ ആൻഡ് വെൽഡിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്കോപ്പ് കൊടുത്തു, 10 ഹസാർഡ്സ് ഫില്ല് ചെയ്ത് നിങ്ങൾ റിസ്ക് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ടാസ്ക് കൊടുത്തത്. മനസ്സിലായി? അപ്പൊ ഇന്റർവ്യൂലൊക്കെ റിസ്ക് അസസ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിസ്ക് അസസ്മെന്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കും. അപ്പൊ നെബോഷിന് വേണ്ടിയിട്ട് തന്നെയല്ല, നിങ്ങൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവണം, മീൻസ് സേഫ്റ്റി ജോബാണ് നിങ്ങളുടെ മീൻസ് മെയിൻ ഒബ്ജക്റ്റീവ് എങ്കിൽ നിങ്ങൾ ഇത് പഠിക്കണം, നിങ്ങൾ എന്തായാലും ഇത് മനസ്സിലാക്കണം. ഓക്കെ, അല്ലാതെ ജസ്റ്റ് നെബോഷിന്റെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എടുക്കാതെ മീൻസ് റിസ്ക് അസസ്മെന്റ് എന്തായാലും നിങ്ങൾ സേഫ്റ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഫോർമൽ പ്രൊസീജിയർ ആണ്. ഓക്കെ, സോ അപ്പൊ അതിനുകൂടി വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക, നോട്ട് ചെയ്ത് എടുക്കുക. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, സോ റിസ്ക് അസസ്മെന്റ് മെയിൻലി 5 സ്റ്റേജസ് ആണുള്ളത്. ഇതൊരു ഫോർമൽ ഡോക്യുമെന്റഡ് പ്രൊസീജിയർ ആണ് ഫോർ ഐഡന്റിഫൈങ് ഹസാർഡ്. മീൻസ് നമ്മൾ അല്ലെങ്കിൽ ഹസാർഡിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്ത്
കൺട്രോൾ മെഷർ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയുള്ള റിസ്ക് അസസ്മെന്റ് ഒരു വർക്ക് പ്ലേസ്, ആ വർക്ക് പ്ലേസിലുള്ള ഹസാർഡ്സിനെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് പലതരത്തില് മീൻസ് ഡയറക്ട്ലി സൈറ്റ് വിസിറ്റ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തി നമുക്ക് ഹസാർഡ്സിനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പല പല മെത്തേഡ്സ് കൂടി കണ്ടുപിടിക്കാം. ഹസാർഡ്സിനെ കണ്ടുപിടിക്കാൻ പല പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഹസാർഡ്സിനെ കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ച് അതിന് മീൻസ് അതിന് എന്തൊക്കെ ഇഷ്യൂസ് ആണ്, ആരൊക്കെയാണ് അതിൽ അഫക്റ്റഡ് ആവുന്നതെന്ന് നോക്കുന്നു. ആൻഡ് പിന്നെ എന്താണ് ചെയ്യുക, അത് എത്രത്തോളം റിസ്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ റിസ്ക് ആണോ, ലോ റിസ്ക് ആണോ, മീഡിയം റിസ്ക് ആണോ, അക്സെപ്റ്റബിൾ റിസ്ക് ആണോ, അൺആക്സെപ്റ്റബിൾ റിസ്ക് ആണോ, അങ്ങനെ റിസ്ക് എത്രത്തോളം ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുന്നു. ദെൻ നമ്മൾ കൺട്രോൾ മെഷർ അപ്ലൈ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത്ര സിമ്പിൾ ആയിട്ട് റിസ്ക് അസസ്മെന്റിന്റെ വൺ ലൈനിൽ പറയുകയാണെങ്കിൽ ഇതാണ് റിസ്ക് അസസ്മെന്റ്. Okay, it's a formal documented procedure for identifying hazards and then evaluating the risk, either eliminating or controlling the risk to an acceptable level. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അത് ഡെഫിനിഷൻ പഠിച്ചില്ലെങ്കിലും ഈ 5 സ്റ്റേജസ് എപ്പോഴും പഠിച്ചിരിക്കുക. ഓക്കെ, ഞാൻ എങ്ങനെയാണ് റിസ്ക് അസസ്മെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സലി നമ്മൾ പറയുന്ന സ്റ്റേജസ് ആണിത്. 5 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ ഹസാർഡ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് റിസ്ക് അസസ്മെന്റിൽ ചെയ്യാനുള്ളത്? ഐഡന്റിഫൈ ദ ഹസാർഡ്. ഹസാർഡിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് ഹസാർഡ്സിനെ കണ്ടുപിടിക്കുക. ഇപ്പൊ നിങ്ങളൊരു വർക്ക് പ്ലേസിൽ, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഹസാർഡ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. മീൻസ് പല പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഹസാർഡ്സിനെ കാണാൻ പറ്റും. സോ ദിസ് ഇസ് ഐഡന്റിഫൈ ദ ഹസാർഡ്, സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ ഡിസൈഡ് ഹൂ മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ. ഓരോ ഹസാർഡും അഫക്ട് ചെയ്യുന്ന പീപ്പിൾ ഉണ്ടാവും, അഫക്ട് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടാവും. എല്ലാ വർക്കേഴ്സിനും എല്ലാ ഹസാർഡ്സും ചിലപ്പോൾ അഫക്ട് ചെയ്യണമെന്നില്ല. ഇപ്പൊ പെയിന്റേഴ്സ് ആയിരിക്കും സ്കഫോൾഡിന്റെ മുകളിൽ നിൽക്കുന്നത്, അപ്പൊ അവരാണ് ഫോളിംഗ് റിസ്ക്, അവര് മാത്രമേ താഴെ വീഴുള്ളൂ, അല്ലെ? അല്ലാണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാർ താഴെ വീഴില്ലല്ലോ, അല്ലെ? സോ നമ്മൾ ഓരോ ഹസാർഡ് പറയുമ്പോഴും ആ ഹസാർഡ് അഫക്ട് ചെയ്യുന്നത് ആരെയാണെന്നുള്ളത് അവരുടെ ജോബ് ഡെസിഗ്നേഷൻ നമ്മൾ കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതാണ് ഞാനിപ്പോ നമ്മൾ തിയറിയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് പ്രൊജക്റ്റിൽ ആവശ്യമുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഹസാർഡ്. സെക്കൻഡ് എന്താണ്, ഈ ഹസാർഡ് ആരെ അഫക്ട് ചെയ്യുന്നു? ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഒരു റെസ്റ്റും ഇല്ലാതെ ലോങ് ടൈം ആയിട്ട് മീൻസ് ടൈപ്പിംഗ് ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും. അപ്പൊ ഓഫീസ് സ്റ്റാഫിനാണ് ആ റിസ്ക് അഫക്ട് ചെയ്യുന്നത്, അല്ലെ? ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആരാണോ ആ വർക്ക് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ടേക്കിംഗ് റെസ്റ്റ് ബ്രേക്സ് കണ്ടിന്യൂസ്ലി ടൈപ്പ് ചെയ്ത് DSC വർക്ക് സ്റ്റേഷൻ, അതായത് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത് ആരാണോ അവരെയാണ് ആ റിസ്ക് അഫക്ട് ചെയ്യുന്നത്. നമുക്കത് WRULD അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറയാം. ഓക്കെ, പക്ഷെ പെയിന്റിങ് സ്കഫോൾഡിങ്ങിൽ ചെയ്യുന്ന ഒരു 10 പെയിന്റേഴ്സും അല്ലെങ്കിൽ ചിലപ്പോൾ 5 ഹെൽപ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത്രയും വർക്കേഴ്സ് ആയിരിക്കും സ്കഫോൾഡിന്റെ ടോപ്പിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മള് ഹൂ മൈറ്റ് ബി ഹാംഡ് എന്ന് ചോദിക്കുമ്പോൾ പെയിന്റേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പെയിന്റേഴ്സ് ആൻഡ് സ്കഫോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനിയിപ്പോ ക്രെയിൻ ഓപ്പറേഷന്റെ ഒരു റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ആരാണോ അവിടെ ക്രെയിൻ ഓപ്പറേഷന്റെ ഏരിയയിൽ ആരൊക്കെയാണോ സ്ലിങ്ങേഴ്സ് അല്ലെങ്കിൽ റിഗേഴ്സ്, അവിടെ ആരാണോ നിയർ ബൈ വർക്കേഴ്സ്, ആരൊക്കെയാണോ ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ ഉണ്ടോ അല്ലെങ്കിൽ ആരൊക്കെയാണോ അവിടെ നിൽക്കുന്നത്, അവരെയാണ് ഇത് അഫക്ട് ചെയ്യാം, അല്ലെ? മനസ്സിലായോ? ഓക്കെ, സോ ആരെയാണ് ഓരോ ഹസാർഡ് നമ്മൾ പറയുമ്പോഴും ആ ഇഷ്യൂ അല്ലെങ്കിൽ ആ പ്രോബ്ലം ആരൊക്കെ അഫക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ 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 എനിക്ക് ക്ലിയർ ആയില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഹസാർഡ് ആൻഡ് സെക്കൻഡ് ഈസ് ഹൂ മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ. ഹൗ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ ഹസാർഡ് കൊണ്ട് എന്ത് പ്രശ്നമായിരിക്കും, വാട്ട് വിൽ ബി ദ ഔട്ട്കം അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ് കോസ്ഡ് ബൈ ദ ഹസാർഡ്. ആ ഹസാർഡ് കൊണ്ട് അവിടെ എന്തൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, ഓക്കെ, അതാണ് നമ്മൾ പറയാ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു 20 ഫീറ്റ് ഹൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, അത്രയും ഇപ്പൊ നമ്മൾ 1.8 മീറ്ററിന് എബോവ് ആണെങ്കിൽ അത് വർക്ക് അറ്റ് ഹൈറ്റ് ആയിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, ഇപ്പൊ ഒരു 20 ഫീറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
അവിടെ നിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാക്ചർ ഉണ്ടാവും, ഹെഡ് ഇഞ്ചുറി ഉണ്ടാവും, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാവും, നെർവ് ഇഞ്ചുറി ഉണ്ടാവും, ആൻഡ് ഈവൻ ഡെത്ത് വരെ സംഭവിക്കും അല്ലെ. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചും വീഴുന്നതിന്റെ ആഘാതം അനുസരിച്ചും എന്താ അവിടെ ഇഞ്ചുറി സംഭവിക്കും. അപ്പൊ ഈ ഇഞ്ചുറി ഏതൊക്കെയാണെന്നുള്ളതാണ് ആ ഹൗല് നമ്മൾ പറയേണ്ടത്. വർക്കേഴ്സ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇഞ്ചുറീസ് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പം ക്രെയിൻ ഓപ്പറേഷൻ ആണെങ്കിലോ, ലോഡ് താഴെ വീണിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, വർക്കേഴ്സിന്റെ ഹെഡ് ഇഞ്ചുറി ഉണ്ടാവും, ആൻഡ് അത്രയും ഫാറ്റാലിറ്റീസ് ആയിരിക്കും, ആംപ്യൂട്ടേഷൻ ആയിരിക്കും, ആൻഡ് ഡെത്ത് ആയിരിക്കും സംഭവിക്കുക. മനസ്സിലായോ? അപ്പൊ ഓരോ ഹസാർഡിന് ഇപ്പൊ വെഹിക്കിൾ കൊളിഷൻ ആണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ കൊളിഷനിലൂടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, അവിടെ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ആംപ്യൂട്ടേഷൻ അല്ലെങ്കിൽ സിവിയർ ഹെഡ് ഇഞ്ചുറി ആൻഡ് ഡെത്ത് ആയിരിക്കും അവിടെ സംഭവിക്കുക അല്ലെ. ഓരോന്നിനും ഓരോ പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയുന്ന ആക്സിഡൻസ് മാത്രമല്ല, ചിലപ്പോൾ കെമിക്കൽസ് ആയിരിക്കും. ഇപ്പൊ ഈവൻ വെൽഡിങ് ഫ്യൂംസ് തന്നെ, നിങ്ങൾ എല്ലാവരും വെൽഡിങ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതാണ് വെൽഡിങ് എക്സാമ്പിൾ പറയുന്നത്. ഇപ്പൊ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് പ്ലേസ് ആണ്. വെൽഡിങ് ഫ്യൂംസ് കണ്ടിന്യൂസ്ലി എന്താ വർക്കേഴ്സിന് കോണ്ടാക്ട് വരുന്നുണ്ട്. അവിടെ ഒരു PPE അല്ലെങ്കിൽ ഒരു മീൻസ് റെസ്പിറേറ്ററോ അല്ലെങ്കിൽ വെൽഡിങ് ഷീൽഡോ ഒന്നും കൊടുത്തിട്ടില്ല വർക്കേഴ്സിന്. അപ്പൊ എന്താ സംഭവിക്കുക, ഈ വെൽഡിങ് ഫ്യൂംസ് കണ്ടിന്യൂസ്ലി ശ്വസിക്കുന്ന ആൾക്ക് ലങ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. മനസ്സിലായോ? എംഫിസിമ അല്ലെങ്കിൽ പലതരത്തിലുള്ള ലങ്സിൽ പലതരത്തിലുള്ള സ്കാർസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ്, റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ വെൽഡിങ് ഫ്യൂംസിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. അതൊരു ഹസാർഡ് സബ്സ്റ്റൻസ് ആണ് ഈ വെൽഡിങ് ഫ്യൂംസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ അപ്പൊ അതിൽ നിന്ന് അസുഖങ്ങളാണ് ഉണ്ടാവുന്നത്, ഡിസീസസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ചില ഹസാർഡ്സ് ഉണ്ടാക്കുന്നത് ഡിസീസസ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഹെൽത്ത് ഹസാർഡ്സ് എന്ന് പറയും. ചില ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ഇഞ്ചുറീസ് ആണ് ഉണ്ടാക്കുന്നത്, അത് സേഫ്റ്റി ഹസാർഡ്സ് എന്ന് പറയും. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ ഹസാർഡിന്റെയും കോൺസിക്വൻസ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതായത് ഓരോ ഹസാർഡിന്റെയും കോൺസിക്വൻസ്. ഇപ്പൊ നോയ്സ് ആണ്, വർക്ക് പ്ലേസിൽ ലൗഡ് നോയ്സിന്റെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്, ജനറേറ്ററിന്റെയും സിമെന്റ് മിക്സറിന്റെയും എല്ലാത്തിന്റെയും നോയ്സിന്റെ ഇടയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്കേഴ്സിന് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ടെമ്പററി ഹിയറിംഗ് ലോസ്, ടെമ്പററി റിംഗിങ് ഇൻ ഇയേഴ്സ്, ടിന്നിറ്റസ്, അങ്ങനെയുള്ള ചെവി കംപ്ലീറ്റ്ലി കേൾവി ശക്തി വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് അസുഖമാണ്. ഓക്കെ, അതൊരു ഇഞ്ചുറി ആയിട്ടല്ല വരുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഹസാർഡിനും എന്തുണ്ടാവാം, ഇതേപോലെയുള്ള കോൺസിക്വൻസസ് ഉണ്ടാവാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോയ്സിന്റെ കോൺസിക്വൻസ് അല്ല വർക്ക് അറ്റ് ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന കോൺസിക്വൻസ്. ഓക്കെ, വെഹിക്കിൾ കൊളിഷന്റെ കോൺസിക്വൻസ് അല്ല പെയിന്റിങ് മീൻസ് വർക്കേഴ്സിനോ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിനോ ഉണ്ടാവുന്നത്. അപ്പൊ ഓരോ വർക്കേഴ്സും ചെയ്യുന്ന ടാസ്ക് ഡിഫറെന്റ് ആണ്, അവരെ അഫക്ട് ചെയ്യുന്ന ഹസാർഡ് ഡിഫറെന്റ് ആണ്, കോൺസിക്വൻസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ലോജിക്കലി അറിയാവുന്ന കാര്യമാണ്, കോമൺ സെൻസ് വെച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമുക്ക് മെയിൻലി ഓരോ കോളംസ് ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്. ഫസ്റ്റ് കോളം ഹസാർഡ് എഴുതാനായിരിക്കും, സെക്കൻഡ് കോളം ആര് എഫക്ട് ചെയ്തു എന്നുള്ളത് എഴുതാനായിരിക്കും. കോളം ആയിട്ടാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഹസാർഡ് എന്താണ് മീൻസ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ നമുക്കൊരു 1 വീക്ക് എന്ത് ചെയ്യാം, ഈ ഹസാർഡ് കാറ്റഗറീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊജക്ട് എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ക്ലാസ്സസ് അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ മതിയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് 7:30-ക്കാണോ എല്ലാവർക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹലോ, എല്ലാവർക്കും 7:30 ആണോ? ഹലോ, ഓക്കെ. അപ്പോ 5:30 അല്ലെങ്കിൽ 5 o'clock വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോർണിംഗ് ടൈം നിങ്ങൾക്ക് ഓക്കെ ആണോ? എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? മാം ജോലി ചെയ്യുന്നവരുണ്ട്, ഞാനിപ്പോ ജോലി ചെയ്തുകൊണ്ട് വർക്കിലാണ് ഇപ്പൊ. ഓക്കെ, അപ്പൊ മോർണിംഗ് ടൈം പറ്റില്ല അല്ലെ? ഓക്കെ ഓക്കെ, ഈവനിങ് ടൈം നിങ്ങൾക്ക് മീൻസ് 5:30 അല്ലെങ്കിൽ 5 o'clock ഓക്കെ ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യില്ലേ? ഈ ഒരു സമയം തൊട്ടാണ് ഓക്കെ. 6 o'clock ആണെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആണോ? 6 o'clock ഓക്കെ ആണ് മാഡം. ഓക്കെയാണ് മാഡം, ഓക്കെ. ഓക്കെ ഓക്കെ, സോ നമുക്കിത് റിസ്കസ്മെന്റ് സ്റ്റെപ്സ് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാം. സോ ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഹസാർഡ്, സെക്കൻഡ് ഇസ് ഐഡന്റിഫൈ ദ പീപ്പിൾ അറ്റ് റിസ്ക് അല്ലെങ്കിൽ ഐഡന്റിഫൈ പീപ്പിൾ ഹു മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ. അപ്പൊ ആരൊക്കെ ഹാംഡ് ആവുന്നു, എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റ് ദ റിസ്ക് ആൻഡ് ഡിസൈഡ് ഓൺ പ്രിക്കോഷൻസ്. ഓക്കെ, അതായത് റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യുക ആൻഡ് ഡിസൈഡ് ഓൺ പ്രിക്കോഷൻസ്.
ഓക്കെ, അതായത് റിസ്ക് എത്രത്തോളം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഇലക്ട്രിക് കേബിള് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമില് മീൻസ് ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലാണ് ഉള്ളത്, ഒരു ബിസി കോറിഡോറിലാണ് ഉള്ളത്. ഓക്കെ, രണ്ട് സിറ്റുവേഷൻ എടുക്കാം. ബിസി കോറിഡോറിൽ എല്ലാവരും നടക്കുന്ന വഴിയിലാണ് ഈ ഇലക്ട്രിക് കേബിൾ ഉള്ളതെങ്കിൽ ഷോക്ക് കിട്ടാൻ ചാൻസസ് കൂടുതലല്ലേ? മനസ്സിലായോ? അവിടെ റിസ്ക് കൂടുതലാണ് അല്ലെ? ഇനിയിപ്പോ ലോക്കഡ് ആയിട്ടുള്ള റൂമിൽ, ആരും ചെല്ലാത്ത ഒരു റൂമിന്റെ ഉള്ളിലാണ് ഇലക്ട്രിക് കേബിൾ അല്ലെങ്കിൽ ഇൻസുലേഷൻ പോയൊരു കേബിൾ കിടക്കുന്നതെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, മനസ്സിലായോ? അപ്പൊ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യാം, റിസ്ക് വ്യത്യാസം വരും. ഓക്കെ, ചില സ്ഥലത്ത് ഹൈ റിസ്ക് ആയിരിക്കും, ലോ റിസ്ക് ആയിരിക്കും, മീഡിയം റിസ്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൺട്രോൾ മെഷർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, എന്തിനാണ് ഈ റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? റിസ്ക് മെട്രിക്സ് ഒക്കെ ഉണ്ട്, ആ മെട്രിക്സ് ഒക്കെ വരച്ച് അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി എന്തിനാ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡൗട്ട് വരും. പക്ഷെ നമ്മൾ എല്ലാ ഹസാർഡ്സും കണ്ടുപിടിച്ച് എല്ലാ കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയിലാണ് റിസ്ക് അസസ്മെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹസാർഡ്, ഏറ്റവും കൂടുതൽ റിസ്ക് ജനറേറ്റ് ചെയ്യുന്ന, പെട്ടെന്ന് അപകടം ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ഹസാർഡ്സ് ഉണ്ടാവും. അത് ഏതാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതൊരു ആക്സിഡന്റ് ആയിട്ടോ ഫാറ്റാലിറ്റി ആയിട്ടോ മീൻസ് വർക്കേഴ്സിന്റെ ഡെത്ത് ആയിട്ടോ ഒക്കെ ലീഡ് ചെയ്തിട്ടുണ്ടാവും. മീൻസ് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒക്കറൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഹസാർഡിനെ കണ്ടുപിടിച്ച് ആരൊക്കെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്ത് എവിടെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതെന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ടേ പിന്നെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിനനുസരിച്ചാണ് കൺട്രോൾ മെഷർ അപ്ലൈ ചെയ്യുള്ളൂ. അതായത് ഹൈ റിസ്ക് ഉള്ള സ്ഥലത്ത് ആദ്യം തന്നെ കൺട്രോൾ മെഷർ അപ്ലൈ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് മീഡിയം റിസ്ക് ഉള്ളത്, അത് കഴിഞ്ഞ് ലോ റിസ്ക്. മനസ്സിലായോ? അല്ലെങ്കിൽ മീൻസ് നമ്മൾ ഈ റിസ്ക് അസസ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബെനിഫിറ്റ് ഇല്ല. അപ്പൊ പ്രയോറിറ്റൈസ് റിസ്ക്, നമ്മൾ ഏറ്റവും ഹൈ റിസ്ക് ഉള്ള ഏരിയസിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ആ കൺട്രോൾ മെഷർ ആദ്യം അവിടെ അപ്ലൈ ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ നമ്മളും ഏറ്റവും അർജന്റ് ആയിട്ടുള്ള ഇഷ്യൂ അല്ലേ നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് 3, ദാറ്റ് ഇസ് ഇവാലുവേറ്റ് ദ റിസ്ക് ആൻഡ് ഡിസൈഡ് ഓൺ പ്രിക്കോഷൻസ്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. നിങ്ങൾ നഫൽ സാറിന്റെ ക്ലാസ് GIC1-ലും ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്ത് എവിടെയാണ് റിസ്ക് കൂടുതൽ എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് 4 ആണ്. റിസ്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, റിസ്ക് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്യും. കൺട്രോൾ മെഷേഴ്സ് ഏതൊക്കെ കൺട്രോൾ മെഷേഴ്സ് ആണോ ഹസാർഡിന് വേണ്ടത്, ആ ഹസാർഡ്സിന് കൺട്രോൾ മെഷേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അതിന്റെ ഒരു ഹൈറാർക്കി ഓർഡർ ഉണ്ട്. അതായത് റിസ്കിന് കൺട്രോൾ മെഷേഴ്സ് ഏതൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു മീൻസ് അതിന്റെ എഫക്റ്റീവ്നെസ് അനുസരിച്ച് എങ്ങനെ കൺട്രോൾ മെഷേഴ്സ് കൊടുക്കുക എന്നുള്ളതിന് ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്യുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഹസാർഡ്സിനെ കണ്ടുപിടിക്കുന്നു, ആരൊക്കെയാണ് അഫക്റ്റഡ് ആവുന്നതെന്ന് കണ്ടുപിടിക്കുന്നു, ആൻഡ് റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിനുശേഷം കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അത്രയും സിമ്പിൾ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഹസാർഡ്സിനെ കണ്ടുപിടിക്കുക, ആരൊക്കെ അഫക്റ്റഡ് ആയെന്ന് നോക്കുക, ദെൻ റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്ത് കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്യാം ടു പ്രിവെന്റ് ആക്സിഡൻസ്. ഓക്കെ, ടു പ്രിവെന്റ് ഡിസീസസ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യണം? റിസ്ക് അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റിസ്ക് അസസ്മെന്റ് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളതാണ്. റെക്കോർഡ് ദ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ദം. നമ്മൾ റിസ്ക് അസസ്മെന്റ് റെക്കോർഡ് എന്ന് പറയുന്ന റെക്കോർഡിൽ ഇപ്പൊ കൂടുതലും നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെയാണ് നമ്മുടെ ഫയലായിട്ടായിരിക്കും നമ്മൾ കൂടുതലും റിസ്ക് അസസ്മെന്റ് ചെയ്യുക. മീൻസ് ഇതിന്റെ സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി ഉണ്ടാവും. ഓക്കെ, അപ്പൊ റിസ്ക് അസസ്മെന്റ് റെക്കോർഡ് ചെയ്യും, ആൻഡ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ആൻഡ് സ്റ്റെപ്പ് 5 എന്ന് പറയുമ്പോൾ റിവ്യൂ ഇറ്റ്. അതായത് ഈ റിസ്ക് അസസ്മെന്റ് കാലാകാലങ്ങളോളം വർഷാവർഷങ്ങളോളം നിലനിൽക്കില്ല. ഓരോ ഹസാർഡ്സ്, പുതിയ ഹസാർഡ്സ് വരും, പുതിയ വർക്കേഴ്സ് വരും അല്ലെ, അല്ലെങ്കിൽ പുതിയ റിസ്ക് വരും, പുതിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും, മെഷീൻസ് വരും. അപ്പൊ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഹസാർഡ്സിനെയൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. മീൻസ് പുതിയ പുതിയ മാറ്റങ്ങൾ റിസ്ക് അസസ്മെന്റിൽ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ഫോണിൽ തന്നെ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓരോ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറില്ലേ? അതേപോലെ ഈ റിസ്ക് അസസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത് മീൻസ് അവരുടെ പോളിസി, സേഫ്റ്റിയുടെ പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ മാനേജ്മെന്റ്
മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. എങ്ങനെയാണ് റിസ്ക് അസസ്മെന്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് റിവ്യൂ ചെയ്യേണ്ടത്, ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് വി ഷുഡ് റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് ദ റിസ്ക് അസസ്മെന്റ് റെക്കോർഡ്. നമ്മൾ വെറുതെ ഒരു 2026 കമ്പനി സ്റ്റാർട്ട് ചെയ്ത് റിസ്ക് അസസ്മെന്റ് ചെയ്തു എന്നുള്ളതല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചേഞ്ചസിനനുസരിച്ചും ഓരോ ടൈം പീരീഡിനനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അവിടെ റിസ്ക് മാനേജ്ഡ് ആണ്, റിസ്ക് കംപ്ലീറ്റ്ലി സഫിഷ്യന്റ്ലി അവിടെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? അപ്പൊ 5 സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഹസാർഡ്, സെക്കൻഡ് ഡിസൈഡ് ഹൂ മൈറ്റ് ബി ഹാർംഡ്, അല്ലെങ്കിൽ ഐഡന്റിഫൈ പീപ്പിൾ അറ്റ് റിസ്ക് എന്ന് പറഞ്ഞാലും മതി. ഓരോ ഹസാർഡും ആരെ അഫക്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. മൂന്നാമത്തത് റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ആ ഹസാർഡിനെ കൺട്രോൾ മെഷർ അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഇത് റെക്കോർഡ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് എന്താ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. ദെൻ പിന്നെ നമുക്ക് പറയാനുള്ളത് റിവ്യൂ ഇറ്റ്. സോ സിമ്പിൾ ആയിട്ട് പറയാൻ ഐഡന്റിഫൈ ദ ഹസാർഡ്, ഐഡന്റിഫൈ ദ പീപ്പിൾ അറ്റ് റിസ്ക്, ഇവാലുവേറ്റ് ദ റിസ്ക്, ഡിസൈഡ് ഓൺ പ്രിക്കോഷൻ എന്ന് പറയുമ്പോൾ കൺട്രോൾ മെഷർ അപ്ലൈ ചെയ്യുന്നു എന്നാണ്. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം റിസ്ക് കണ്ടുപിടിച്ച് കൺട്രോൾ മെഷർ അപ്ലൈ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. ഓക്കെ, റെക്കോർഡും റിവ്യൂവും മീൻസ് തൊട്ടടുത്ത സ്റ്റെപ്പ് അല്ല. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒരു കാലയളവ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യാം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം വരുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? ഈ സ്റ്റേജസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഡൗട്ട് ഉണ്ടോ? ഹലോ, ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ഇനി ക്ലിയർ. ഓക്കെ, ഇനി നമ്മുടെ പ്രൊജക്ട് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പ്രൊജക്ടിന്റെ ഒരു ഡെമോ കാണിച്ചു തരാം. 1 സെക്കൻഡ്, സ്ക്രീൻ ഷെയർ ചെയ്യട്ടോ. ഓക്കെ, സോ നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടലി 4 സെക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. ഓക്കെ, അങ്ങനെ 4 സെക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ പ്രൊജക്ട് വരുന്നത്. ഓക്കെ, ഞാൻ അപ്പൊ അതിന്റെ പേജസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ നമുക്ക് ടോട്ടലി 4 സെക്ഷൻസ് ഉള്ളതില് പാർട്ട് 1 എന്ന് പറയുമ്പോൾ ഏത് കമ്പനിയാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ പേജസ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആണ് നമുക്കുള്ളത്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് ആണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ 2 ബോക്സ് ആണുള്ളത്. കമ്പനിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. ദെൻ നിങ്ങൾക്ക് ഇങ്ങനെ റിസ്ക് അസസ്മെന്റ് ടേബിള് ഫില്ല് ചെയ്യാനുണ്ടാവും. ഓക്കെ, ആദ്യം നിങ്ങളുടെ കമ്പനിയുടെ പേര്, ലൊക്കേഷൻ, ഏരിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് പിന്നെ വരുന്നത് ഈ റിസ്ക് അസസ്മെന്റ് ടേബിൾ ആണ്. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്യണം. കമ്പനി നെയിം, ലൊക്കേഷൻ, അവിടെ എന്തൊക്കെ വർക്ക് ആണ് നടക്കുന്നത്, എന്തൊക്കെ ഏരിയയിലാണ് വർക്ക് നടക്കുന്നത്, ആരൊക്കെയാണ് അവിടുത്തെ റെസ്പോൺസിബിൾ പേഴ്സൺ, ഓക്കെ, എന്താണ് കമ്പനിയുടെ ഷിഫ്റ്റ് ടൈം, എത്ര ടൈമിലാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. 200 വേർഡ്സിലൊക്കെ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾ കമ്പനിയിൽ റിസ്ക് അസസ്മെന്റ് ചെയ്തപ്പോൾ ആരോടൊക്കെ സംസാരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് പാർട്ടിൽ വരിക. അപ്പൊ ഫസ്റ്റ് പാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും സിമ്പിൾ ആണ്. ഇനി സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ റിസ്ക് അസസ്മെന്റ് ടേബിൾ. ഓക്കെ, ഈ നമുക്ക് ടോട്ടലി കോളംസ് വരുന്നത് 6 കോളംസ് ആണ്. ഓക്കെ, 6 കോളംസ് ഉള്ള റിസ്ക് അസസ്മെന്റ് ടേബിൾ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോ പറഞ്ഞ ഈ ടേബിള് റിസ്ക് അസസ്മെന്റ് സ്റ്റെപ്സ് തന്നെയാണ് ഈ കോളത്തിൽ വരുന്നത്. ഫസ്റ്റ് ഹസാർഡ് കാറ്റഗറി, ഹസാർഡ് ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഹൂ മൈറ്റ് ബി ഹാംഡ്, ആരൊക്കെയാണ് ഹാംഡ് ആവുന്നത്. ഹസാർഡ് ആദ്യം എഴുതുക, ഹൂ മൈറ്റ് ബി ഹാംഡ് ആരൊക്കെയാണെന്ന് എഴുതുക, പിന്നെ അവിടെ കൺട്രോൾ മെഷേഴ്സ്, ഹസാർഡ്, ഹൂ മൈറ്റ് ബി ആരൊക്കെയാണ് റിസ്കിലുള്ളത്, ദെൻ അവിടെ ഓൾറെഡി ചെയ്യുന്ന കൺട്രോൾസ് ഏതൊക്കെയാണ്, നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കൺട്രോൾസ് ഏതൊക്കെയാണ്. പിന്നെ കൺട്രോൾ മെഷർ 2 ടൈപ്പ് ആയിട്ട് എഴുതണം. അവിടെ ഓൾറെഡി വർക്ക് പ്ലേസിൽ കൊടുക്കുന്ന കൺട്രോൾസും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കൺട്രോൾസും.
പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കൺട്രോൾസ് പറയുമ്പോൾ അതിന്റെ നേരെ റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണെന്നും അതിന്റെ മീൻസ് എത്ര ടൈമിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതും ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞു തന്നതാണ്. റിസ്ക് അസസ്മെന്റ് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ നെബോഷിൽ ചെയ്യുന്നത്. ഓക്കെ, ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മീൻസ് പ്രൊജക്ടിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഇതിന്റെ തിയറി വേർഷൻ ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 4-5 days നമ്മൾ തിയറി ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. മീൻസ് നിങ്ങൾക്ക് ഈ ഹസാർഡ് കാറ്റഗറീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഈ ടെംപ്ലേറ്റിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പ്രൊജക്ട് ക്ലാസ്സിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ് പാർട്ട് 3 സെക്ഷൻ 3 വരിക. അതായത് ഒരു ഹസാർഡ്, ഈ ടേബിൾ നമ്മൾ 10 ഹസാർഡ്സ് ഇതേപോലെ ചെയ്യും. ആൻഡ് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഹസാർഡിനെ പിക്ക് ചെയ്ത് ആ ഹസാർഡ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു അതിന്റെ റീസൺസ് ആണ് ഇതിൽ കൊടുക്കാനുള്ളത്. റീസൺസ് എന്തൊക്കെ വേണമെന്നുള്ളത് ഗ്രീൻ കളറിലെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, മാർക്കും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഹസാർഡ് എന്താണോ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത്, ആ ടേബിളിൽ നിന്ന് പിക്ക് ചെയ്യുന്നത്, അതവിടെ എടുത്ത് എഴുതുക. ആൻഡ് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ, അതിന്റെ റീസൺസ് താഴെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സെക്ഷൻ 2ന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആണ് സെക്ഷൻ 3. ഓക്കെ, അപ്പൊ നിങ്ങൾ 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 3 ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ പ്രൊജക്ട് ചെയ്യുന്ന, നമ്മൾ എല്ലാ ബാച്ചിലും കാണുന്നതാണ്, ലാസ്റ്റ് മിനിറ്റിൽ പ്രൊജക്ട് ചെയ്യുന്നവര് മീൻസ് തലേ ദിവസമൊക്കെ ആയിരിക്കും ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതെല്ലാം ഓടിച്ചു പിടിച്ച് ചെയ്യേണ്ടി വരും. ക്രൈറ്റീരിയാസ് ഒന്നും മീറ്റ് ചെയ്യില്ല. ഓക്കെ, കംപ്ലീറ്റ് മിസ്റ്റേക്സ് ആയിരിക്കും. മിസ്റ്റേക്സ് ഇൻ ദ സെൻസ് ക്രൈറ്റീരിയ അതിൽ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിലിംഗ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഓരോ ക്ലാസ്സിനും നിങ്ങൾക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം സമയം തരും. ഓരോ പാർട്ടും, ഇതിപ്പോ കാണിച്ചിട്ടുള്ള ഈ പാർട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഓരോ ക്ലാസ്സസ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള മീൻസ് എക്സ്പ്ലനേഷൻസും നമ്മൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 days ടൈം തരും. ആ ടൈമിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുന്നവരാണ്, മീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാതെ ലാസ്റ്റ് മിനിറ്റ് വെക്കുന്നവർക്കാണ് പ്രശ്നം വരിക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഇപ്പൊ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓരോ പാർട്ടിനും നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഹസാർഡ് കാറ്റഗറീസ് നാളെ, ഓക്കെ, ടുമോറോ ഓൺവേർഡ്സ് നമുക്ക് ഹസാർഡ് കാറ്റഗറീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഓരോ ഹസാർഡ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ടോട്ടലി 21 ഹസാർഡ് കാറ്റഗറീസ് ആണ്. അപ്പൊ ഒരു 4-5 കാറ്റഗറീസ് അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാറ്റഗറീസിൽ നിന്ന് തുടങ്ങാം. എന്നിട്ട് ഹസാർഡ് കാറ്റഗറീസ് ഒരു 4-5 days കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പ്രൊജക്ടിന്റെ ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രൊജക്ട്. ഓക്കെ, നിങ്ങൾക്ക് പ്രൊജക്ട് എന്താണോ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാതെ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്രൊജക്ടിന്റെ ടെംപ്ലേറ്റ് ഫോർമാറ്റ്. ഇതാണ് ഒരു സ്റ്റുഡന്റ് ചെയ്തതാണ്, ആൻസർ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ചെയ്തതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇത്. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, AI നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ, നമുക്ക് ChatGPT ജസ്റ്റ് ഇതിന്റെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ കണ്ടന്റ് എല്ലാം കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും നെബോഷിൽ നിന്ന് ഒരു മാൽ പ്രാക്ടീസ് മെയിൽ വരും. അത് എക്സാം ആണെങ്കിലും അതെ, AI കണ്ടന്റ് എന്തെങ്കിലും ഒരു മീൻസ് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 1 line 2 line നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് കണ്ടന്റ് ഡയറക്റ്റ്ലി എടുക്കുകയോ ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ടും മീൻസ് യുവർ പ്രൊജക്ട് അല്ലെങ്കിൽ യുവർ GAC2 മീൻസ് ഐഡന്റിഫൈഡ് ആസ് മാൽ പ്രാക്ടീസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ മീൻസ് AI ജനറേറ്റഡ് കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എല്ലാവരും എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഫോർമാറ്റിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പൊ ഇതൊന്നും യൂസ് ചെയ്യണ്ടെന്നല്ല പറയുന്നത്, റെഫർ ചെയ്യാം. നമുക്ക് മീൻസ് അതിന്റെ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട് ChatGPT അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്, കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അതിൽ നിന്ന് കണ്ടന്റ് എടുക്കുകയോ ചെയ്യരുത്. മീൻസ് ഡയറക്ട്ലി കണ്ടന്റ് എടുക്കുകയോ ചെയ്യരുത്. ഓക്കെ,
ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇത്രയും വൈൻഡ് അപ്പ് ചെയ്യാം. സോ നാളെ നമുക്ക് 6 o'clock തന്നെ വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ മാഡം. മീൻസ് ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? അപ്പൊ നാളെ എല്ലാവരും കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ആദിൽ, അമൽ, ലിബിൻ, മർവാൻ, മുഹമ്മദ്, സാഗർ, സഹീൽ അല്ലെ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ പറയാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹസാർഡ് കാറ്റഗറീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മീൻസ് നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടാവുമ്പോൾ ജസ്റ്റ് ഒരു നെബോഷ് പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കുക മാത്രമല്ല, മീൻസ് നിങ്ങൾക്ക് ഒരു സേഫ്റ്റി പ്രൊഫഷണൽ ആയിട്ട് സേഫ്റ്റിയിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സബ്ജക്ട് നോളജ് വേണം. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ സബ്ജക്ട് നോളജ് വേണം. ഓക്കെ, ഇപ്പൊ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡ് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ക്ലാസ്സസ് മിസ്സാക്കരുത്. ഇത് പ്രൊജക്ടിന്റെ ക്ലാസ് അല്ല, അല്ലെങ്കിൽ തിയറി ക്ലാസ് ആണെന്ന് പറഞ്ഞ് മിസ്സാക്കരുത്. അപ്പൊ 1 hour സെഷനേ വരുള്ളൂ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എല്ലാവരും 6 o'clock തന്നെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, 5:30 ഓക്കെ ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് 7:30 തന്നെ അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി നേരത്തെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. ഹലോ, അപ്പൊ ഹെക്റ്റിക് ആവില്ലേ? നിങ്ങൾക്ക് 4 hours എന്തോ ക്ലാസ് ഇല്ലേ? മാം ഇത് എത്ര hour ആണ്? എന്തോ ഈ ക്ലാസ് എത്ര hour ഉണ്ട്? 1 hour ഉണ്ടാവും. ഇന്നത്തെ നമ്മള് ഇനിയുള്ള ക്ലാസ്സസ് നമുക്ക് ഹസാർഡ് കാറ്റഗറീസ് എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് 1 hour ഉണ്ടാവും. പ്രൊജക്ടിന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ ഇത്രയും മീൻസ് ഡ്യൂറേഷൻ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഡീറ്റെയിലിംഗ് വരുമ്പോൾ ഹസാർഡ് കാറ്റഗറീസ് എക്സ്പ്ലനേഷൻ വരുമ്പോൾ 1 hour ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് 5:30 ആണെങ്കിൽ നമുക്ക് ഒരു 6:30 തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 hour ഗ്യാപ്പ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ കോഴ്സ് പ്രൊവൈഡറിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മീൻസ് വർക്കിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണോ 6 o'clock തന്നെ മതിയോ? ഓക്കെ, അപ്പോ 6 o'clock തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ നാളെ 6 o'clock ജോയിൻ ചെയ്യാം കേട്ടോ എല്ലാവരും. ഓക്കെ ഓക്കെ.